ക്ലാസ് ഡേറ്റ വിഭാഗങ്ങളും മധ്യമവും. ഇവിടെ നമുക്ക് ഡേറ്റ തരുന്നത് ക്ലാസ്സുകളായിട്ടാണ്, കുറെ വിഭാഗങ്ങളായിട്ടാണ്. നമ്മളത് എങ്ങനെയാണ് വിഭാഗങ്ങളാക്കുന്നത് എന്നൊക്കെ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് 2 കോളം തന്നെയാണ് ഇവിടെയും ഉണ്ടാവുക. രണ്ട് കോളങ്ങൾ തന്നെയാണ് ഇവിടെയും കൺസിഡർ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ കോളത്തിൽ നമ്മൾ ക്ലാസ് അല്ലെങ്കിൽ വിഭാഗം അതാണ് എഴുതുക. അത് എന്താ പറയാ, ഡെയിലി വേജസ് ആവാം, എന്താണ് ആ ഡേറ്റ ആണ് നമ്മൾ എഴുതുക. രണ്ടാമത്തെ കോളത്തിൽ ഫ്രീക്വൻസി, ആവൃത്തി. ഓക്കെ, അത് നമ്പർ ഓഫ് ചിൽഡ്രൻ ആവാം, നമ്പർ ഓഫ് വർക്കേഴ്സ് ആവാം, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫ്രീക്വൻസി ആയിരിക്കും തരും. അപ്പൊ ഇവിടെ ക്ലാസ് തരും. ഞാനിവിടെ ഇപ്പൊ 0, 10, 10, 20, 20, 30, 30, 40 അങ്ങനെ ക്ലാസ്സുകൾ ഉണ്ടാവും. ഓരോ ക്ലാസിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി അവിടെ ഉണ്ടാവും. ഇങ്ങനെയാണ് ഡേറ്റ തരിക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ക്ലാസ് എഴുതുമ്പോൾ കാണാം, ഇതിന് നമ്മൾ കണ്ടിന്യൂസ് ക്ലാസ് എന്നാണ് പറയാ. അതായത് ആദ്യത്തെ ക്ലാസിന്റെ ഇതിന് ലോവർ ലിമിറ്റ് എന്നും ഇതിന് അപ്പർ ലിമിറ്റ് എന്നും പറഞ്ഞാൽ, അപ്പർ ലിമിറ്റ് ആയിരിക്കും രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. ഇത് ഇവിടെ അപ്പർ ലിമിറ്റ് 20, അത് അടുത്ത ക്ലാസ്സിൽ ലോവർ ലിമിറ്റ്. ഈ രീതിയിൽ പോകുന്ന ക്ലാസ്സിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ക്ലാസ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ക്ലാസിന്റെ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. സോ കണ്ടിന്യൂസ് അല്ലാത്ത കേസിൽ ഞാനിവിടെ പറഞ്ഞു തരുന്നില്ല. ഇപ്പോൾ എല്ലാം കൂടെ കേട്ട് കൺഫ്യൂഷൻ ആവണ്ട. എക്സാമിന് ചോദിക്കാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള കണ്ടിന്യൂസ് ക്ലാസ് ആകുമ്പോഴുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഇവിടെ തന്നിട്ടുണ്ടാവും. എത്രയാന്ന് വെച്ചാൽ തന്നിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ പഠിക്കുന്നത്. ഇത് ഷുവർ 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. 100% ഉറപ്പാണ് ഈ ഭാഗത്ത് നിന്ന് 5 മാർക്കിന്റെ ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം, പേജ് നമ്പർ 249, 249 പേജിൽ ടെക്സ്റ്റിൽ സോൾവ് ചെയ്തിരിക്കുന്ന ഒരു പ്രോബ്ലം ആണിത്. The table below shows the workers of a factory sorted according to their wages. ഒരു തൊഴിൽശാലയിലെ ജോലിക്കാരെ ദിവസക്കൂലിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച പട്ടികയാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ കോളത്തിൽ ഡെയിലി വേജസ് ഇൻ റുപ്പീസ്, ദിവസക്കൂലി രൂപയിൽ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തിൽ നമ്പർ ഓഫ് വർക്കേഴ്സ്, ജോലിക്കാരുടെ എണ്ണം. അതായത് 400 മുതൽ 500 വരെ കൂലി വാങ്ങുന്ന ജോലിക്കാരുടെ എണ്ണം 6 ആണ്. 500 മുതൽ 600 വരെ 7, 600 മുതൽ 700 വരെ 10, 700 മുതൽ 800 വരെ 9, 800 മുതൽ 900 വരെ 5, 900 മുതൽ 1000 വരെ 4, ആകെ 41 ജോലിക്കാരാണുള്ളത്. ഫൈൻഡ് ദ മീഡിയൻ ഡെയിലി വേജ് ഇൻ ദിസ് ഫാക്ടറി. ഈ തൊഴിൽശാലയിലെ മധ്യമ ദിവസക്കൂലി കണക്കാക്കുക. അപ്പൊ നമുക്കറിയാം, ഒരു മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഏറ്റവും കുറഞ്ഞ കൂലി കിട്ടുന്നവർ മുതൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്നവർ വരെയുള്ള ജോലിക്കാരെ ക്രമീകരിക്കും. അങ്ങനെ ക്രമീകരിച്ചാൽ നടുക്ക് വരുന്ന ആളുടെ കൂലിയാണ് മീഡിയൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ ആകെ 41 ജോലിക്കാരാണ് ഉള്ളത്. 41 എന്ന് പറയുമ്പോൾ ഓഡാണ്. സോ നടുവിൽ വരുന്നത് എങ്ങനെ കാണും? ഓഡ് നമ്പർ ആണെങ്കിൽ 1 കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാ വരുന്നതെന്ന് നോക്കിയാൽ മതി. സോ 42/2 എന്ന് ചെയ്യുമ്പോൾ 21ാമത്തെ പൊസിഷനിൽ, ആ ക്രമത്തില് 21ാമത്തെ ആളിന്റെ കൂലിയാണ് മീഡിയൻ ആയിട്ട് വരിക. അപ്പൊ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇങ്ങനെ ഒരു ക്ലാസ് ഡേറ്റ തന്നാൽ അതെങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കും. ഓക്കെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ. സഞ്ചിത ആവൃത്തി പട്ടികയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുക. സോ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന അതേ 2 കോളംസ് തന്നെ വരയ്ക്കാം. ആദ്യത്തെ കോളത്തില് ക്വസ്റ്റ്യനിനകത്ത് തന്ന ഫസ്റ്റ് ഹെഡിങ് തന്നെയാണ് നമ്മൾ എഴുതുക, ഡെയിലി വേജസ്, ദിവസക്കൂലി. രണ്ടാമത്തെ കോളത്തിന്റെ ഹെഡിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ്, അത് തന്നെ എഴുതും. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ടൈപ്പ് പ്രോബ്ലത്തില് ഒരു നമ്പർ ആയിരുന്നു തന്നതെങ്കിൽ അപ് ടു ആ നമ്പർ എന്ന് പറഞ്ഞാണ് എഴുതിക്കൊണ്ടിരുന്നത്.
ഇവിടെ നമുക്ക് കാണാം ആദ്യത്തെ കോളത്തിൽ 2 നമ്പേഴ്സ് കാണാം, 400 മുതൽ 500 വരെ. അപ്പോൾ മീനിങ് വെച്ച് നോക്കൂ, എവിടെ 6 പേർക്ക് 6 ജോലിക്കാരുടെ ശമ്പളം 400 മുതൽ 500 വരെ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതിയാൽ മതി? 400നും 500നും ഇടയ്ക്ക് അല്ലേ. അപ്പൊ അവിടെ എന്ത് ചെയ്താൽ മതി? തൊട്ട് മുന്നേ അപ് ടു എന്ന് തന്നെ ചേർക്കാം. അപ് ടു എവിടെ വരെ? 500 വരെ. അപ്പം അത് ശ്രദ്ധിച്ചോളാം. അപ് ടു 500 2 നമ്പേഴ്സ് വന്നാൽ അപ്പർ ലിമിറ്റിലാണ് നമ്മൾ എഴുതുക. ഓക്കെ, അപ് ടു 500 6 പേര്. ഓക്കെ, രണ്ടാമത്തെ എങ്ങനെ എഴുതും? അപ് ടു 600. ഈ രണ്ടാമത്തേലാണ് എഴുതുക. ഓക്കെ, മൂന്നാമത്തെ കോളത്തില് അപ് ടു 700. നാലാമത്തെ കോളത്തില് അപ് ടു 800. അഞ്ചാമത്തെ കോളത്തില് അപ് ടു 900. അവസാനം അപ് ടു 1000. ഇനി നമുക്ക് രണ്ടാമത്തെ കോളം ഫില്ല് ചെയ്യാം. ആദ്യത്തേത് അതേ നമ്പർ തന്നെയാ വരിക. പിന്നെ അതിനോട് കൂടി തൊട്ടടുത്ത നമ്പർ ആഡ് ചെയ്യുക. 6 + 7 13 കിട്ടും. 13ന്റെ കൂടെ 10 ആഡ് ചെയ്യുക. 23 കിട്ടും. 23ന്റെ കൂടെ 9 ആഡ് ചെയ്യുക. 32 കിട്ടും. 32ന്റെ കൂടെ 5 ആഡ് ചെയ്യുക. 37 കിട്ടും. 37ന്റെ കൂടെ 4 ആഡ് ചെയ്യുക. 41 നമ്മുടെ ടോട്ടൽ നമ്പർ നമുക്കിവിടെ കിട്ടും. ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ ഫോർമുല വെച്ച് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളിവിടെ ഫോർമുല വെച്ച് ചെയ്യരുത്. ഫോർമുല വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയില്ല. കാരണം നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റിനകത്ത് ഞാൻ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. പക്ഷെ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുക ABC എന്ന് പറഞ്ഞ പാർട്ടായിരിക്കും. അപ്പോൾ ഫോർമുല വെച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അവസാനത്തെ ആൻസർ മാത്രമേ കിട്ടുള്ളൂ. ബാക്കിയുള്ള ആദ്യത്തെ 2 പാർട്ടിന്റെയും മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. സോ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത് വരിക. സോ ഈ മെത്തേഡ് തന്നെ ശീലിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത മെത്തേഡിൽ പരീക്ഷയ്ക്ക് എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടുകയുള്ളൂ. ഫോർമുല പഠിക്കുന്നതൊക്കെ പഴയ മെത്തേഡായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫോർമുല പഠിച്ചിട്ടല്ല ചെയ്യുന്നത്. സോ ഫോർമുല ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്ന മെത്തേഡ് ഒരു തരത്തിലും ഫോളോ ചെയ്യരുത്, മാർക്ക് കിട്ടുകയില്ല. സോ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്ലാസ് ഡേറ്റയിൽ വന്നാൽ കണ്ടുപിടിക്കുക എന്ന് ആദ്യം ചെയ്തു നോക്കാം. സോ നമുക്കിവിടെ പട്ടിക അനുസരിച്ചിട്ട് 600 രൂപയിൽ കുറവ് കൂലി കിട്ടുന്ന ജോലിക്കാരെ ഒന്നിച്ചെടുക്കുമ്പോൾ എത്ര പേര് വരെയായി? 13 ആൾക്കാർ വരെയായി. 700 രൂപയിൽ കുറവ് കിട്ടുന്നവർ എത്രയായി? 23 ആയി. ഈ 2 ജോലിക്കാർക്കും ഇടയ്ക്കാണ് അല്ലെ, 13നും 23നും ഇടയ്ക്കാണ് നമ്മുടെ 21ാമത്തെ ആളുള്ളത്. അപ്പോൾ അയാളുടെ കൂലി 600 രൂപയ്ക്കും 700 രൂപയ്ക്കും ഇടയിലാണെന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ട മീഡിയൻ എന്ന് പറയുന്നത് 21ാമത്തെ ആളുടെ കൂലിയാണ്. 21ാമത്തെ ആള്, അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ആൾക്കാരെ നിരത്തി നിർത്തുമ്പോൾ 13 പേര് 600 വരെ മേടിക്കുന്നവരും 23 പേര് 700 വരെ മേടിക്കുന്നവരുമാണ്. അപ്പൊ നമ്മുടെ 21ാമത്തെ ആള് 600നും 700നും ഇടയിൽ കൂലി മേടിക്കുന്ന ആള് ആയിരിക്കും. അപ്പൊ കൂലി കുറെ കൂടി നമ്മൾ കൃത്യമായിട്ട് കണക്കാക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതിന് ഇടയ്ക്കാണ് നമ്മുടെ കൂലി എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മീഡിയൻ എന്ന് പറയുമ്പോൾ അതിന് കറക്റ്റ് ഒരു വാല്യൂ ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 14ാമത്തെ, ഇവിടെ വരെ 13 ആയി, 14ാമത്തെ ആള് മുതൽ 23ാമത്തെ ആള് വരെ മൊത്തം എത്ര ആൾക്കാരുണ്ട്? ഈ 600 രൂപയിൽ മുതൽ 700 രൂപ വരെ കൂലി കിട്ടുന്ന 10 പേരാണുള്ളത്. ആണല്ലോ, 13ന്റെയും 23ന്റെയും വ്യത്യാസം നോക്കുമ്പോൾ 10 പേര്. ആ 10 പേരുടെ കൂലിയാണ് 600 രൂപയുടെയും 700 രൂപയുടെയും ഇടയിൽ. അപ്പം ഈ 10 ജോലിക്കാരുടെ ദിവസക്കൂലി നമുക്കിപ്പോ കിട്ടി 600 രൂപയ്ക്കും 700 രൂപയ്ക്കും ഇടയിലാണ്. അതല്ലാതെ ഇവരിൽ ഓരോരുത്തരുടെയും ദിവസക്കൂലി എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് ഇത്രേ പറയാൻ പറ്റുന്നുള്ളൂ, 10 പേരുടെ കൂലി 600നും 700നും ഇടയിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആയിട്ടൊരു വാല്യൂ നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ചില സങ്കല്പങ്ങളൊക്കെ വേണ്ടിവരും. എന്ന് പറഞ്ഞാൽ വിഭാഗ പട്ടികയിൽ, കാരണം ഇതിൽ നിന്ന് നമുക്ക് കൂലി കണക്കാക്കണമെങ്കിൽ, അതായത് ഇങ്ങനെ ഒരു ക്ലാസ് ഡേറ്റയിൽ നിന്ന് മീഡിയൻ കണ്ടുപിടിക്കാൻ നമുക്ക് ചില സങ്കല്പങ്ങൾ വേണ്ടിവരും. ഓക്കെ, അപ്പൊ 600 രൂപ മുതൽ 700 രൂപ വരെയുള്ള മൊത്തം 100 രൂപ വ്യത്യാസം ആണല്ലോ. ഈ 100 രൂപയെ 10 പേർക്ക് തുല്യമായി ഭാഗിക്കുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഓരോ ഭാഗത്തിലും ഒരാൾ എന്ന് എടുക്കാം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇവിടെ 13, നമ്മുടെ 21 എന്ന് പറയുന്നത് 13ന്റെ 23ന്റെ ഇടയ്ക്കാണ്. ഇതിന്റെ ഡിഫറൻസ് കാണും എത്രയാണ്? 10. ഓക്കെ, 600 മുതൽ 700 വരെ അതിന് നേരെയുള്ള രണ്ടെണ്ണത്തിന്റെ ഡിഫറൻസ് കാണും, അതെത്രയാണ്? 100.
അതിനെ തുല്യമായി നമ്മൾ ഭാഗിക്കുകയാണ്. അതായത് 100 രൂപയെ 10 പേർക്ക് തുല്യമായി ഭാഗിച്ചാൽ ഒരാൾക്ക് എത്ര കിട്ടും? 100 രൂപയെ 10 പേർക്ക് ഭാഗിച്ചാൽ ഒരാൾക്ക് 10 രൂപയാണ് കിട്ടുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ 10 രൂപയുടെ വ്യത്യാസമാണ് ഈ 600 രൂപ മുതൽ 700 രൂപ വരെ കൂലി കിട്ടുന്ന ആൾക്കാരെ ആ 10 പേരെ ക്രമത്തിൽ നിർത്തിയാൽ അവരുടെ ഓരോരുത്തരുടെയും കൂലിയിൽ വരുന്ന വ്യത്യാസം 10 രൂപയാണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു പൊതു വ്യത്യാസമാണുള്ളത്. അപ്പൊ ഞാനിപ്പോ ഒരു വേർഡ് കണക്ട് ചെയ്തു, പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ്. മനസ്സിലാവുന്നുണ്ടോ? പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസിലേക്ക് എത്തി. അപ്പൊ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കിട്ടിയത്? ഈ നമ്മുടെ 21ാമത്തെ പൊസിഷൻ നോക്കി, 21 എന്ന് പറയുന്ന ആള് 13ന് 23ന് ഇടയ്ക്കാണ്. അപ്പൊ 13ന്റെ 23ന്റെ വ്യത്യാസം 10 ആണ്. അതിന് നേരെയുള്ള കൂലിയുടെ വ്യത്യാസം 100 ആണ്. ആ 100നെ ഈ 10 പേർക്ക് ഒരുപോലെ കൊടുക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് 10 എന്നാണ്. സോ അത് നമ്മൾ പൊതുവ്യത്യാസമായിട്ട് എടുത്തിട്ട് 600 രൂപ മുതൽ 700 വരെ കൂലിയുള്ളതിനെ നമ്മൾ 10 പേർക്കായിട്ട് മാറ്റി ഒരു സമാന്തര ശ്രേണി, ഒരു അരിത്മെറ്റിക് സീക്വൻസ് നമ്മൾ ഫോം ചെയ്യും. സോ 600 മുതൽ 700 വരെ 10 പേര് വേണം. അവിടെ കോമൺ ഡിഫറൻസ് 10 വിധത്തിൽ നമ്മൾ ഇതിനെ മാറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയുമാണ്. 600 വന്നു. ഓക്കെ, ഈ ആദ്യത്തെ ആൾ എന്ന് പറയുമ്പോൾ 13 പേര് ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് 14ാമത്തെ ആളാണ്. ഓക്കെ, നമ്മൾ ഇനി എഴുതാൻ പോകുന്ന 14ാമത്തെ ആളുടെ, അത് കഴിഞ്ഞ് 15ാമത്തെ ആള്, 16ാമത്തെ ആള്, 17, 18, 19, 20, 21, 22, 23. കണ്ടോ, 23 വരെയാണ് 10 പേർക്ക് കൂലി. 600നും 700നും ഇടയ്ക്കാണ്. അവരെ ക്രമത്തിൽ ചെറുതിൽ നിന്ന് ചെറിയ കൂലി മേടിക്കുന്ന ആള് 14ാമത്തെ പൊസിഷനിലും, ഈ ഒരു വിഭാഗത്തിൽ ഈ ഒരു ക്ലാസ്സിൽ ചെറിയ കൂലി മേടിക്കുന്ന ആള് 14ാമത്തെ ആളും, ഏറ്റവും കൂടുതൽ കൂലി 600നും 700നും ഇടയിൽ മേടിക്കുന്ന ആള് 23ാമത്തെയും പൊസിഷനിൽ നമ്മൾ നിരത്തി നിർത്തുകയാണ്, അവരുടെ കോമൺ ഡിഫറൻസ് 10 ആക്കിയിട്ട്. അപ്പൊ അതിൽ 1ാമത്തെ ആളുടെ കൂലി, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ രീതിയിൽ പഠിക്കുക. 1ാമത്തെ ആളുടെ കൂലി കാണണമെങ്കിൽ ഈ കോമൺ ഡിഫറൻസ് 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, കോമൺ ഡിഫറൻസ് 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 5 കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു 600 മുതൽ 700 വരെ എന്ന് പറഞ്ഞാൽ 700 ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവില്ല. അപ്പർ ലിമിറ്റ് ആണ്, അപ്പർ ലിമിറ്റ് ആ ഗ്രൂപ്പിൽ ഉണ്ടാവില്ല, തുടക്കത്തിൽ പറഞ്ഞിരുന്നു. സോ 5 കൊണ്ട് ഡിവൈഡ്, 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. ഈ 5 ഈ 600ന്റെ കൂടെ കൂട്ടുക. അപ്പൊ 600നെ 5 കൊണ്ട് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 605. അപ്പൊ 14ാമത്തെ ആളുടെ കൂലി 605. ഇനി നമ്മൾ പൊതുവ്യത്യാസമാണ് കൂട്ടി എഴുതേണ്ടത്. കോമൺ ഡിഫറൻസ് 10 ആണ്. അപ്പൊ 10 കൂട്ടി എഴുതുമ്പോൾ 15ാമത്തെ ആളുടെ കൂലി 615, 16ാമത്തെ ആളുടെ കൂലി 625, 17ാമത്തെ 635, 18 645, 655, 665, 675, 685, 695. നിങ്ങൾക്ക് കാണാം 605 മുതൽ 695 വരെ 600നും 700നും ഇടയ്ക്കുള്ള നമ്പേഴ്സ് ആണ്. മനസ്സിലായാലും ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഏത് പൊസിഷനുള്ള ആളുടെയാണ് മീഡിയൻ എന്ന് കാണുക. അയാളുടെ പൊസിഷൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണെന്ന് നോക്കുക. അപ്പൊ അത് 2 നമ്പേഴ്സിന്റെ ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ അതിന്റെ ഡിഫറൻസ് എടുക്കുക. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1ാമത്തെ കോളത്തിൽ ഡിഫറൻസ് എടുക്കുക. അപ്പോൾ ആദ്യത്തേതിനെ 2ാമത്തത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ ഒരു നമ്പർ കിട്ടും. അത് കോമൺ ഡിഫറൻസ് ആണ്. എന്നിട്ട് 600 മുതൽ 700 വരെയുള്ള, അതാണ് നമ്മുടെ ക്ലാസ്, 600 മുതൽ 700 വരെയുള്ളതിനെ കോമൺ ഡിഫറൻസ് 10ന്റെ രീതിയിൽ നമ്മൾ 10 വരുന്ന വിധത്തിൽ ക്രമമായിട്ട് എഴുതും. സോ അതില് 13 വരെ ഇവിടെ എഴുതി കഴിഞ്ഞു. അപ്പൊ അടുത്ത ആൾ 14, അങ്ങനെ 23 വരെയുള്ള ആൾക്കാർ വരും. ആദ്യത്തെ ആളുടെ എമൗണ്ട് കാണണമെങ്കിൽ കോമൺ ഡിഫറൻസിന്റെ പകുതി 1ാമത്തെ പദത്തിനോടുകൂടി കൂട്ടുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇനി നമുക്ക് മീഡിയൻ എഴുതാം. കാരണം നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചു കഴിഞ്ഞു മീഡിയൻ അല്ല മധ്യമം എന്ന് പറഞ്ഞാൽ 21ാമത്തെ ആളുടെ കൂലിയാണെന്ന്. അപ്പോൾ ഇവിടെ 21ാമത്തെ ആളുടെ കൂലി എത്രയാണ്? 675 ആണ്. സോ മധ്യമം എന്ന് പറഞ്ഞാൽ എന്താണ്? 675 ആണ്. ടെക്സ്റ്റ് ബുക്കില് ചിത്രരൂപേണയും അല്ലാതെ ഇങ്ങനെ ടേബിൾ വരച്ചും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് തെറ്റൊരിക്കലും വരില്ല.
ഇനി എക്സാമിന് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് മീഡിയൻ കാണുക എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വരില്ല. ABC എന്ന പാർട്ടായിട്ടാണ് വരിക. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലത്തിനെ അങ്ങനെ മാറ്റി എഴുതി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ എഴുതുമ്പോൾ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു പരിചയം ഉണ്ടാവും. സോ അതിനുവേണ്ടി ആദ്യം നമുക്കൊരു SSLC ക്വസ്റ്റ്യൻ തന്നെ ചെയ്തു നോക്കാം. SSLC ക്വസ്റ്റ്യൻ 2019 മാർച്ചിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. The table below shows the number of children in a class sorted according to their heights. ഒരു ക്ലാസ്സിലെ കുട്ടികളെ ഉയരം അനുസരിച്ച് എണ്ണം തിരിച്ച പട്ടികയാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ കോളത്തിൽ ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, ഉയരം സെന്റിമീറ്ററിൽ. രണ്ടാമത്തെ കോളത്തിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ എണ്ണം 130 മുതൽ 140 വരെ ഹൈറ്റുള്ള 7 കുട്ടികൾ, 140 മുതൽ 150 വരെ 9 കുട്ടികൾ, 150 മുതൽ 160 വരെ 10, 160 മുതൽ 170 വരെ 10, 170 മുതൽ 180 വരെ 9. If the students are directed to stand in a line according to the order of their height starting from the smallest, അങ്ങനെ എടുത്തു പറഞ്ഞിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞു മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ, ഈ ക്ലാസ് ഡേറ്റിൽ മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ വേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കാരണം ഇങ്ങനെ ക്വസ്റ്റ്യനിൽ എടുത്തു പറയും. ഏറ്റവും ഉയരം കുറവുള്ള കുട്ടിയെ മുന്നിൽ നിർത്തി അവന് പിറകിലായി മറ്റുള്ളവരെ ഉയരക്രമം അനുസരിച്ച് ഒരു വരിയായി നിർത്തിയാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. The height of the child at what position is taken as the median. എത്രാമത്തെ കുട്ടിയുടെ ഉയരമാണ് മധ്യമ ഉയരം. അപ്പൊ അതായത് ഏത് പൊസിഷനിൽ വരുന്ന ആളുടെയാണ് മീഡിയൻ ആയിട്ട് വരിക, അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ കണ്ടുപിടിക്കാൻ സാധാരണ എന്താണ് ചെയ്യുക? മൊത്തം എത്ര ആൾക്കാരുണ്ട് എന്ന് നോക്കും ആണല്ലോ. അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? 7 + 9 16, 16 + 10 26, 26 + 10 36, 36 + 9 45 ആണല്ലോ. 45 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് എഴുതാം ടോട്ടൽ ചിൽഡ്രൻ, ആകെ കുട്ടികൾ 45 ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് പൊസിഷനിലെ കുട്ടിയുടെ ആയിരിക്കും മീഡിയൻ വരിക? 45 വന്നാൽ 45നോട് 1 കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് എത്രാമത്തെ പൊസിഷനാണോ അത്. അപ്പൊ 45നോട് 1 കൂട്ടിയാൽ 46, 46/2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 23 കിട്ടും. സോ 23ാം പൊസിഷനിലെ കുട്ടിയുടെ ഹൈറ്റ് ആയിരിക്കും മീഡിയൻ ആയിട്ട് വരിക. സോ നമുക്ക് ആൻസർ എഴുതാം. നിങ്ങൾ 23 എന്ന് മാത്രം എഴുതിയാൽ മതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അല്ലാത്തവർക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെങ്കിൽ എഴുതാൻ 23rd പൊസിഷൻ സ്റ്റുഡൻറ് വിൽ ഹാവ് ദ മീഡിയൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് 23 എന്ന് മാത്രം എഴുതിയാൽ മതി. സോ നമുക്ക് 23ാമത്തെ പൊസിഷനിലെ കുട്ടിയുടെ ഹൈറ്റ് ആണ് മീഡിയൻ ആയിട്ട് വരിക എന്ന് ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് കിട്ടി. മനസ്സിലായല്ലോ? അത് മിക്കവാറും ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏത് പൊസിഷനിൽ വരുന്ന ആളുടെ ആയിരിക്കും മീഡിയൻ എന്നുള്ള ചോദ്യം ഉണ്ടാവും. അങ്ങനെയാവുമ്പോൾ നമ്മൾ എന്ത് കാണാം? ടോട്ടൽ കാണാം. ടോട്ടൽ കണ്ടിട്ട് ആ ഓഡ് നമ്പർ ആണെങ്കിൽ 1 കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ആ കിട്ടുന്നതാണ് ഒന്നാമത്തതിന്റെ ആൻസർ ആയിട്ട് വരിക. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ അസ്യൂംഡ് ഹൈറ്റ് ഓഫ് ദ ചൈൽഡ് ഇൻ ദ 17th പൊസിഷൻ. 17ാമത്തെ കുട്ടിയുടെ ഉയരം സങ്കല്പ പ്രകാരം എത്രയാണ്? അപ്പൊ അതിന് വേണ്ടിയിട്ട്, അത് ഒന്നാമത്തെ ചോദ്യത്തിന് നമുക്ക് ടേബിളിന്റെ ആവശ്യമില്ല, മൊത്തം കുട്ടികളുടെ എണ്ണം മതിയായിരുന്നു. എന്നാൽ ഇത് നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ, സഞ്ചിത ആവർത്തി പട്ടിക ഉണ്ടാക്കണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ വരയ്ക്കണം. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന അത്രയും കോളം, 2 കോളം എടുത്ത് ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ വരയ്ക്കുക. സോ ആദ്യത്തെ കോളത്തിൽ നമുക്ക് ഹൈറ്റ് ആണുള്ളത്, ഉയരം. രണ്ടാമത്തെ കോളത്തിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ആണുള്ളത്, കുട്ടികളുടെ എണ്ണം, അത് എഴുതുക. എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുക? അപ് ടു, നേരത്തെ പോലെ തന്നെ അപ് ടു, വരെ എന്ന് പറഞ്ഞാൽ ചേർക്കുക. അപ്പം അത് ചേർക്കണമെങ്കിൽ നമ്മൾ രണ്ടാമത്തെ വാല്യൂ ആണ് നോക്കുക. ഓക്കെ, 140 വരെ, 150 വരെ അങ്ങനെ എഴുതുക. ഇംഗ്ലീഷിലാണെങ്കിൽ അപ് ടു 140. അടുത്തതോ അപ് ടു 150. രണ്ടാമത്തെ ക്ലാസ്സിലെ ഈ അറ്റത്തുള്ള, വലത്തെ അറ്റത്തുള്ള നമ്പറാണ് എടുക്കുക. അടുത്തത് അപ് ടു 160. അടുത്തത് അപ് ടു 170.
അവസാനം അപ് ടു 180. ഇനി രണ്ടാമത്തെ കോളം ഫില്ല് ചെയ്യുക. ഫസ്റ്റത്തെ നമ്പർ ഏതാണോ അത് തന്നെയാണ് ആദ്യം എഴുതുക. പിന്നെ അതിനോട് കൂടി തൊട്ടടുത്ത നമ്പർ ആഡ് ചെയ്യും. 7 + 9 7 9 കൂട്ടിയാൽ 16, 16 10 കൂട്ടിയാൽ 26, 26 10 കൂട്ടിയാൽ 36, 36 9 കൂട്ടിയാൽ 45. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത്, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിൽ 23-ാം പൊസിഷനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇനി അവിടെ നിന്ന് തുടങ്ങണം. അപ്പോൾ 23 എന്ന് പറയുന്നത് എവിടെയാ വരുന്നത്? 16-നും 26-നും ഇടയ്ക്ക്. സോ അതിനെ രണ്ടിനെയും നമ്മൾ ഗ്രൂപ്പ് ആക്കാം. അതിന്റെ നേരെയുള്ളതിനെയും ഗ്രൂപ്പ് ആക്കാം. ഓക്കെ, അപ്പൊ ഈ ഇവിടെ 150 160 ആണ്. 150 160 തമ്മിലുള്ള വ്യത്യാസം 10, 16 26 തമ്മിലുള്ള വ്യത്യാസം 10. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കാണും? കോമൺ ഡിഫറൻസ് കാണും. കോമൺ ഡിഫറൻസ് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ തന്നെ എഴുതിക്കോളാം. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. നമ്മൾ എഴുതാൻ പോകുന്ന സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്നാണ് അർത്ഥം. ഓക്കെ, അത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നാമത്തെ കോളത്തിലുള്ള ഡിഫറൻസ് രണ്ടാമത്തെ കോളത്തിലെ ഡിഫറൻസുമായിട്ട് ഡിവൈഡ് ചെയ്യാം. സോ 10നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പൊ നമുക്കുള്ള ക്ലാസ് ഇവിടെ നിന്ന് നോക്കാം. 150 മുതൽ അല്ലെ ഈ ഹൈറ്റ്, അതായത് നമ്മൾക്ക് മീഡിയൻ വേണ്ടത് 23-ാമത്തെ കുട്ടിയുടെയാണ്. 23-ാമത്തെ കുട്ടിയുടെ ഹൈറ്റ് 150-നും 160-നും ഇടയിലാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമ്മൾ 150 മുതൽ 160 വരെയുള്ള ക്ലാസ്സിനെയാണ് പരിഗണിക്കുക. അവിടെ നമുക്ക് ഇതിന്റെ ഇടയിലാണ് നമ്മുടെ 23-ാമത്തെ കുട്ടിയുടെ ഹൈറ്റ് വരിക. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് കോമൺ ഡിഫറൻസ് 1 ആക്കിയിട്ട് നമ്മൾ എഴുതും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി ഒന്നാമത്തെ എഴുതണമെങ്കിൽ എന്താ ചെയ്യുക? കോമൺ ഡിഫറൻസിന്റെ പകുതി. മറന്നു പോകരുത്, കോമൺ ഡിഫറൻസിന്റെ പകുതി. അതായത് 1 ആണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ബൈ 2. 1 ആണെങ്കിൽ 1ന്റെ പകുതി 1/2 എന്നുള്ളതിന് 0.5 എടുക്കാം. സോ ഈ കോമൺ ഡിഫറൻസിന്റെ പകുതി നമ്മൾ ആദ്യത്തെ നമ്പറിന്റെ കൂടെ കൂട്ടും. 150ന്റെ കൂടെ 0.5 കൂട്ടിയാൽ എന്താ വരിക? 150.5. ഈ സ്റ്റെപ്പാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇവിടെ എങ്ങനെയാണ് 150.5 എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ക്ലാസ്സിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായി 150-നും 160-നും ഇടയ്ക്കാണ് മീഡിയൻ വരിക. അതുകൊണ്ടാണ് ഞാനിവിടെ 150 മുതൽ 160 വരെ എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ ക്രമമായിട്ട് അരിത്മെറ്റിക് സീക്വൻസിൽ എഴുതുന്നു എന്ന് സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 150 മുതൽ 160 വരെ അരിത്മെറ്റിക് സീക്വൻസിൽ എഴുതണമെങ്കിൽ കോമൺ ഡിഫറൻസ് വേണം. കോമൺ ഡിഫറൻസ് എങ്ങനെ കാണും? ക്ലാസിന്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ കുട്ടികളുടെ എണ്ണത്തിന്റെ ഡിഫറൻസ്. ഓക്കെ, അത് 10 ചെയ്യുമ്പോൾ 1 കിട്ടി. അതിന്റെ പകുതി, ആ കാര്യം മറന്നു പോകരുത്, അതിന്റെ പകുതിയാണ് ആദ്യത്തെ നമ്പറിന്റെ കൂടെ നമ്മൾ കൂട്ടുന്ന 1ന്റെ പകുതി 0.5 വരും. 150ന്റെ കൂടെ 0.5 കൂട്ടി 150.5 എഴുതി. ഇനി അടുത്ത നമ്പർ എന്താ ചെയ്യുക? കോമൺ ഡിഫറൻസ് ആണ് കൂട്ടുക. ഓക്കെ, 150.5നോടുകൂടി കോമൺ ഡിഫറൻസ് 1 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 151.5. അടുത്തതോ 152.5. പിന്നെ 1 വെച്ചാണ് കൂട്ടുന്നത്. ബിക്കോസ് കോമൺ ഡിഫറൻസ് 1 ആണ്. ഓക്കെ, ഫസ്റ്റ് ടേം എഴുതാൻ വേണ്ടി മാത്രമാണ് കോമൺ ഡിഫറൻസിന്റെ പകുതി നമ്മൾ എടുക്കുന്നത്. പിന്നെ 153.5, 154.5, 155.5, 156.5, അങ്ങനെ 10 പേരുടെ എഴുതണം. ഓക്കെ, 157.5, 158.5, 159.5. കാരണം 160ന്റെ അപ്പുറത്തേക്ക് വരാൻ പാടില്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം 10 പേരുടെ നമ്മൾ എഴുതിയിട്ടുണ്ടാവും. ഇനി അവർ ഓരോരുത്തരുടെയും 10 പേരുടെയും പൊസിഷൻ നമ്മൾ കാണുകയാണ്. ഇവിടം വരെ 16 പേര് വന്നു കഴിഞ്ഞു അല്ലെ. 7 പേരെ ആദ്യം നിർത്തി. പിന്നെ 150 വരെയുള്ളവരെ 16 പേരെ നിർത്തി. ഇനി 150 മുതലുള്ളവരെയാണ് നമ്മൾ ഇവിടെ 10 പേരുള്ളത് ആണല്ലോ. അപ്പൊ 16 പേരെ നിർത്തിക്കഴിഞ്ഞു. ഇപ്പൊ 150 മുതൽ തുടങ്ങുന്ന ആള് 17-ാമത്തെ ആളാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇത് 17-ാമത്തെ ആളുടെ ഹൈറ്റ് ആണ്. ഇത് 18, ഇത് 19, ഇത് 20, 21, 22, 23, 24, 25, 26 പേരുടെ വന്നു കഴിഞ്ഞു. 10 പേരുടെ എഴുതി. ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ ബിയിൽ നമുക്ക് കാണേണ്ടത് വാട്ട് ഈസ് ദ അസ്യൂംഡ് ഹൈറ്റ് ഓഫ് ദ ചൈൽഡ് ഇൻ ദ 17th പൊസിഷൻ. 17-ാമത്തെ കുട്ടിയുടെ ഉയരം സങ്കല്പ പ്രകാരം എത്രയാണ്? കാണാം. 17-ാമത്തെ കുട്ടിയുടെ എത്രയാണ്? 150.5. സോ നമുക്കിവിടെ എന്തെഴുതാം? രണ്ടാമത്തെ ആൻസർ 2ന്റെ ആൻസർ
എന്താണ് 150.5. 17ാമത്തെ കുട്ടിയുടെ അസ്യൂംഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 150.5 ആണ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇനി ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. ഫൈൻഡ് ദ മീഡിയൻ ഹൈറ്റ്. മധ്യമ ഉയരം, മീഡിയൻ ഹൈറ്റ് അല്ലെങ്കിൽ മധ്യമ ഉയരം കാണണം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞു എത്രാമത്തെ കുട്ടിയുടെ ഹൈറ്റ് ആണ് മീഡിയൻ ഹൈറ്റ് ആയിട്ട് വരുന്നത്, 23. അപ്പൊ 23ന്റെ ഹൈറ്റ് ഏതാ വരുന്നത്, 156.5. സോ ആൻസർ കിട്ടി 156.5. യാതൊരു ബുദ്ധിമുട്ടുമില്ല, 5 മാർക്ക് സുഖമായിട്ട് മേടിക്കാവുന്നതാണ്. കൺസ്ട്രക്ഷൻ ഭാഗത്തു നിന്നും സ്റ്റാറ്റിസ്റ്റിക്സ് ഭാഗത്തു നിന്നും 1 മാർക്ക് പോലും കളയാതെ വേണം നമ്മൾ സ്കോർ ചെയ്യേണ്ടത്. സോ ഇത് നല്ല എളുപ്പമാണ്, ആകെ ഇത്രയേ ചെയ്യാനുള്ളൂ. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 254 ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മൾ എക്സാമിന് ചോദിക്കുന്ന രീതിയിൽ മാറ്റി എഴുതിയേക്കാണ്. സോ ക്വസ്റ്റ്യൻ വായിക്കാം. ദ ടേബിൾ ഷോസ് സം ഹൗസ് ഹോൾഡ് സോർട്ടഡ് അക്കോർഡിംഗ് ടു ദെയർ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ഒരു പ്രദേശത്തെ കുറെ വീടുകളെ വൈദ്യുതി ഉപയോഗം അനുസരിച്ച് തരംതിരിച്ച പട്ടിക ഇങ്ങനെയാണ്. ഇലക്ട്രിസിറ്റി യൂസേജ് ഇൻ യൂണിറ്റ്സ്, വൈദ്യുതി ഉപയോഗം യൂണിറ്റിൽ. നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ്, വീടുകളുടെ എണ്ണം. അപ്പൊ നോക്കാം, 80 മുതൽ 90 വരെ 3 വീടുകൾ, 90 മുതൽ 100 വരെ 6, 100 മുതൽ 110 വരെ 7, 110 മുതൽ 120 വരെ 10, 120 മുതൽ 130 വരെ 9, 130 മുതൽ 140 വരെ 4. അങ്ങനെ മൊത്തം വീടുകളുടെ എണ്ണം 39 എന്ന് ഡേറ്റയിൽ തന്നിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ വായിക്കാം. If the houses are sorted according to the order of their electricity usage starting from the lowest, വീടുകളെ അവയുടെ വൈദ്യുത ഉപയോഗം അനുസരിച്ച് ഏറ്റവും കുറവ് മുതൽ ക്രമപ്പെടുത്തിയാൽ വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഹൗസ് വിച്ച് ഹാസ് ദ മീഡിയൻ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി? എത്രാമത്തെ വീടിന്റെ വൈദ്യുതി ഉപയോഗമായിരിക്കും മധ്യമം? അപ്പൊ ഇവിടെ എത്രയാണ് നമ്മൾ പറയുന്നത്, മൊത്തം വീടുകൾ 39 വീടുകളെ ഇലക്ട്രിസിറ്റി ഏറ്റവും കുറവ് ഉപയോഗിക്കുന്ന വീട് 1ാമത്തെ സ്ഥാനത്ത്, അതിന് കൂടുതൽ 2ാമത്തെ സ്ഥാനത്ത്, അങ്ങനെ 39 വീടുകളെ ക്രമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നടുവിൽ വരുന്നത് എത്രാമത്തെ വീടാണ്? അതാണ് നമുക്ക് 1ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഹൗസ് വിച്ച് ഹാസ് ദ മീഡിയൻ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി? അപ്പൊ അങ്ങനെ കാണണമെങ്കിൽ പൊസിഷൻ കാണാൻ നമ്മൾ എന്താ ചെയ്യുക, എത്ര വീടുകൾ, ടോട്ടൽ നമ്പർ കാണും. ടോട്ടൽ നമ്പർ എത്രയാണ്, 39 ആണ്. സോ 39 വന്നു കഴിഞ്ഞാൽ ഓഡ് നമ്പർ ആണ്. അപ്പോൾ അതിനോട് കൂടി 1 കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 39 പ്ലസ് 1/2 പൊസിഷൻ. ഓക്കെ, എത്രയാ വരിക, 39 പ്ലസ് 1 40, 40/2 എന്ന് പറഞ്ഞാൽ 20. 20ാമത്തെ പൊസിഷനിൽ വരുന്ന വീടിന്റെ ഇലക്ട്രിസിറ്റി യൂസേജ് ആണ് മീഡിയൻ ആയിട്ട് വരിക എന്ന് നമുക്ക് 1ാമത്തെ ചോദ്യത്തിൽ നിന്ന് ക്ലിയർ ആയി. ഓക്കെ, ഇനി നമുക്ക് 2ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദ മീഡിയൻ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. വൈദ്യുതി ഉപയോഗത്തിന്റെ മധ്യമം കണക്കാക്കുക. അപ്പൊ അത് കാണണമെങ്കിൽ നമ്മൾ എന്ത് വരയ്ക്കണം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ വരയ്ക്കുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ഇങ്ങനെ വരച്ചെഴുതുന്നതാണ് നല്ലത്. ഈ മെത്തേഡിൽ തന്നെ ഫോളോ ചെയ്യാം. ടെക്സ്റ്റിൽ തന്ന പോലെ തന്നെ 2 കോളം വരയ്ക്കാം. അതാ ആ ഹെഡിങ് തന്നെ എഴുതാം. ഇലക്ട്രിസിറ്റി യൂസേജ്, വൈദ്യുതിയുടെ ഉപയോഗം 1ാമത്തെ കോളത്തില് ഇൻ യൂണിറ്റ്സ്, 2ാമത്തെ കോളത്തില് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ്, വീടുകളുടെ എണ്ണം. സോ ആദ്യത്തെ ക്ലാസ് 80 to 90 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം, അപ് ടു 90, 90 വരെ. 2ാമത്തെ എങ്ങനെ എഴുതും, അവസാനത്തെ നമ്പർ ആണ് നോക്കേണ്ടത്, അപ് ടു 100. അടുത്തത് അപ് ടു 110. അടുത്തത് അപ് ടു 120. ദെൻ അടുത്ത നമ്പർ അപ് ടു 130. അവസാനം അപ് ടു 140. ഇനി നമ്മൾ 2ാമത്തെ കോളം ഫില്ല് ചെയ്യാം. സോ ആദ്യത്തേത് അത് തന്നെയാണ് എഴുതേണ്ടത്, മീനിങ് വെച്ചിട്ട് അതാണ് വരിക. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. 3 പ്ലസ് 2ാമത്തെ കൂട്ട 3 പ്ലസ് 6 9. ഈ 9 പ്ലസ് അടുത്ത നമ്പർ 7 16. 16 പ്ലസ് 10 26. 26 പ്ലസ് 9 35. 35 പ്ലസ് 4 39. അവസാനത്തെ നമ്പർ ടോട്ടൽ ആയിരിക്കും വരിക.
അപ്പൊ നമുക്ക് ടേബിൾ ശരിയാണോ അല്ലയോ എന്ന് അത് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിൽ ഏത് പൊസിഷനിലാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അത് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ കണ്ടെത്തി കഴിഞ്ഞു. 20ാമത്തെ പൊസിഷനാണ് ആണല്ലോ, 20 എന്നുള്ളതാണ്. അപ്പൊ 20 നമുക്ക് എവിടെയാണ് വരുന്നത്? 16ന്റെയും 26ന്റെയും ഇടയ്ക്ക്. സോ 16ന്റെയും 26ന്റെയും ഇടയ്ക്കാണ് നമ്മുടെ മീഡിയൻ വരിക. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി യൂസേജിന്റെ മീഡിയൻ ആണ് കണ്ടത്. അത് 110നും 120നും ഇടയ്ക്കായിരിക്കും മീഡിയൻ വരിക. അപ്പൊ ഈ രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക 10 16ഉം 26ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക 10. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അരിത്മെറ്റിക് സീക്വൻസ് എഴുതാൻ പോകുന്നതിന്റെ കോമൺ ഡിഫറൻസ് കാണാം. അതായത് ഇവിടെ കിട്ടുന്ന ഡിഫറൻസ്, ആദ്യത്തെ കോളത്തിൽ കിട്ടുന്ന ഡിഫറൻസിൽ നിന്ന് രണ്ടാമത്തെ കോളത്തിൽ കിട്ടുന്ന ഡിഫറൻസ് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അത് മറക്കരുത്. ഇത് ഡിവൈഡഡ് ബൈ ഇതാണ് ചെയ്യുന്നത്, ക്ലാസ് ഡിഫറൻസ് ബൈ നമ്പർ ഡിഫറൻസ്. ഓക്കെ, സോ 10/10 ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ക്ലാസ് ഏത് ക്ലാസ് ആണ്? 110 മുതൽ അല്ലെ, മീനിങ് വെച്ചിട്ട് 20ാമത്തെ വീട്, 20ാമത്തെ പൊസിഷനിൽ വരുന്ന വീടിന്റെ ഇലക്ട്രിസിറ്റി യൂസേജ് എന്ന് പറഞ്ഞാൽ 110 യൂണിറ്റിന്റെയും 120 യൂണിറ്റിന്റെയും ഇടയിലാണ്. അതായത് 110 മുതൽ 120 ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് ഉള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ക്ലാസ് അങ്ങ് എഴുതുക. ഇതിന് മീഡിയൻ ക്ലാസ് എന്ന് പറയും നമ്മൾ. അതൊന്നും നിങ്ങൾ എഴുതണ്ട, ജസ്റ്റ് ആ ക്ലാസ് ഏതാന്ന് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമ്മൾ ഇതിന് നിരത്തി ആ 10 അല്ലെ, 10 വീടുകളാണ് ഈ ഒരു യൂസേജിൽ ഇടയ്ക്ക് വരുന്നത്. 110നും 120നും ഇടയ്ക്ക് വൈദ്യുതി ഉപയോഗിക്കുന്ന 10 വീടുകളാണുള്ളത്. ആ 10 വീടുകളുടെയും വൈദ്യുതി ഉപയോഗം അവരെ നേരെ ക്രമത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്ന് സങ്കല്പിച്ചാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് കോമൺ ഡിഫറൻസിന്റെ പകുതി കാണണം. കോമൺ ഡിഫറൻസ് 1 എന്ന് കിട്ടിയിരുന്നു. അതിന്റെ പകുതി എന്ന് പറയുന്നത് 0.5 ആണ്. ഈ 0.5 ആദ്യത്തെ നമ്പറിന്റെ കൂടെ ആഡ് ചെയ്യും. സോ 110ന്റെ കൂടെ 0.5 ആഡ് ചെയ്താൽ എന്ത് വരും? 110.5. ഇനി അടുത്ത നമ്പർ കിട്ടാൻ കോമൺ ഡിഫറൻസ് ആണ് ആഡ് ചെയ്യേണ്ടത് ആണല്ലോ. അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് ആണ് കൂട്ടിപ്പോകുന്നത്. കോമൺ ഡിഫറൻസ് 1 ആണ്, ആ 1 കൂട്ടിപ്പോവുക. സോ 111.5, 112.5, 113.5, 114.5, 115.5, 116.5, 117.5, 118.5, അവസാനം 119.5. അടുത്തെഴുതുമ്പോൾ 120.5 വരും. അത് വരാൻ പാടില്ല. പിന്നെ എണ്ണി നോക്കാം, നിങ്ങൾക്ക് ആ രീതിയിൽ നോക്കാം. എണ്ണി നോക്കുമ്പോൾ 10 വരണം. ഓക്കെ, ഇനി നമുക്ക് ഓരോരുത്തരുടെയും നമുക്ക് മീഡിയം കണ്ടുപിടിക്കണം. അതായത് അതിന് വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത് ആണല്ലോ. അപ്പോൾ അത് എത്രാമത്തെ വീടിന്റെയാണെന്നും കൂടെ നിങ്ങൾ നോട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ആദ്യത്തെ നമ്പർ എടുക്കാം. 16 പേര് ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് എത്രാമത്തെ ആളുടെ ആയിരിക്കും? 17. ഇത് 18, ഇത് 19, ഇത് 20, 21, 22, 23, 24, 25, 26 വരെ എഴുതി. ഓക്കെ, അപ്പൊ നമുക്ക് മീഡിയൻ എഴുതാം. മീഡിയൻ എന്ന് പറഞ്ഞ ഒന്നാമത്തേൽ നമ്മൾ കണ്ടുപിടിച്ചു. മീഡിയൻ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ വെറുതെ മീഡിയൻ എഴുതിയാലും മതി. യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ഇങ്ങനെ ഒരു ഇത് കൊടുത്തില്ലെങ്കിൽ സാരല്ല, ജസ്റ്റ് നമ്പർ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അത് 20ാമത്തെ ആണെന്ന് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ 20ന് നേരെയുള്ള നമ്പർ ഏതാണ്? 113.5. സോ ആൻസർ ഏതാണ്? 113.5 യൂണിറ്റ് ആണ് മീഡിയൻ ആയിട്ട് വരും. ഒരു SSLC ക്വസ്റ്റ്യനും കൂടെ, അപ്പൊ നിങ്ങൾക്കിത് നന്നായിട്ട് ക്ലിയർ ആവും. SSLC ക്വസ്റ്റ്യൻ 2020 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. The table below shows children of a class sorted according to their marks in an examination. ഒരു പരീക്ഷ എഴുതിയ കുട്ടികളെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച പട്ടികയാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കോളത്തിൽ മാർക്സ്, രണ്ടാമത്തെ കോളത്തിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ എണ്ണം. 0 to 10 4 പേര്, 10 to 20 7, 20 to 30 10, 30 to 40 12, 40 to 50 8. അങ്ങനെ മൊത്തം 41 കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. If we arrange the children from the one with the least mark to the one with the greatest, then what will be the assumed mark of the 12th student? കുട്ടികളെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് മുതൽ ഏറ്റവും കൂടുതൽ വരെ ക്രമീകരിച്ചാൽ 12ാമത്തെ കുട്ടിയുടെ മാർക്ക് സങ്കല്പ പ്രകാരം എത്രയാണ്? രണ്ടാമത്തത് കമ്പ്യൂട്ട് ദ മീഡിയൻ മാർക്ക്. ഇവിടെ നമ്മൾ പൊസിഷൻ കാണാൻ പറഞ്ഞിട്ടില്ല. സോ നമ്മൾ പൊസിഷനിലേക്ക് പോകണ്ട, പക്ഷെ പൊസിഷൻ നമുക്ക് ആവശ്യമാണ്. മീഡിയൻ കാണാൻ പൊസിഷൻ ആവശ്യമാണ്. ഇവിടെ 12ാമത്തെ കുട്ടിയുടെയാണ് കാണാൻ പറഞ്ഞത്. സോ നമ്മൾ എന്ത് ചെയ്യുക?
ആദ്യം തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ. പൊസിഷൻ കാണാൻ പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് അവസാന നമ്പർ മതി, അതങ്ങ് എഴുതി വെച്ചാൽ മതി. പക്ഷെ ഈ ക്വസ്റ്റിനകത്ത് പൊസിഷൻ കാണാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് കോളം ഉണ്ടാക്കാം. ഫസ്റ്റ് കോളത്തിൽ മാർക്സ്, സെക്കൻഡ് കോളത്തിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ആണ്, അപ്പൊ അത് അതേപോലെ തന്നെ എഴുതുക. രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ അപ് ടു എന്ന് പറഞ്ഞ് എഴുതും അല്ലെ. സോ ഫസ്റ്റ് 0 to 10 വരെ ആണെങ്കിൽ എങ്ങനെ എഴുതാം? അപ് ടു 10, 10 വരെ മാർക്ക് എന്നർത്ഥം. അടുത്തത് അപ് ടു 20, 20 വരെ മാർക്ക് മേടിച്ചവർ. അപ് ടു 30, 30 വരെ മാർക്ക് മേടിച്ചവര്. അപ് ടു 40, ലാസ്റ്റ് അപ് ടു 50. നമുക്കിനി കോളം ഫില്ല് ചെയ്യാം. ആദ്യത്തെ നമ്പർ അത് തന്നെ എഴുതാം. ഇനി ആ നമ്പറിനോട് തൊട്ടടുത്ത നമ്പർ ആഡ് ചെയ്യാം. 4 + 7 11, 11 + 10 21, 21 + 12 33, 33 + 8 41. കണ്ടോ, അവസാന ടോട്ടൽ നമുക്ക് അവസാനം കിട്ടണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ 12ാമത്തെ കുട്ടിയാണ്, 12ാമത്തെ കുട്ടിയുടെയാണ് ഒന്നാമത്തെ ചോദ്യത്തിൽ കാണാൻ പറഞ്ഞത്. അപ്പൊ 12 എന്ന് പറയുന്നത് 11നും 21നും ഇടയ്ക്കാണ് ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് മീഡിയനും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ഈ 11നും 21നും ഇടയ്ക്കാണോ മീഡിയൻ വരിക എന്ന്. അങ്ങനെയാണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ആൻസറിലേക്ക് എത്താം. സാധാരണയായിട്ട് അങ്ങനെ ചോദിക്കുള്ളൂ. ഒരു സ്റ്റെപ്പിൽ തന്നെ 2 ആൻസറും കണ്ടുപിടിക്കുന്നതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പൊ 41 കുട്ടികൾ ഉണ്ടെങ്കിൽ ഏത് കുട്ടിയുടെ എത്രാമത്തെ കുട്ടിയുടേതായിരിക്കും മീഡിയൻ ആയിട്ട് വരിക? 41 വന്നാൽ നമ്മൾ എങ്ങനെ കാണാം? 41ന്റെ കൂടെ 1 കൂട്ടും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ 42/2 എന്ന് ചെയ്യുമ്പോൾ 21 എന്ന് കിട്ടും. 21ാമത്തെ ആളുടെയാണ്, അതായത് നമ്മുടെ അവസാനത്തെ ആള് ആണല്ലോ. ഈ 21 അപ് ടു 30 തന്നിട്ടുള്ളൂ, 30 വരെ. അപ്പൊ അതിൽ ഏതാണെന്ന് നോക്കണം. അതായത് നമുക്ക് 12ഉം കാണണം, 21ഉം കാണണം. ഇത് രണ്ടും ഉള്ളത്, 21 ഇതാണ്, 12 ഇവിടെയാണുള്ളത്. സോ നമുക്ക് അതിനെ മാർക്ക് ചെയ്യാം. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇവിടെയും മാർക്ക് ചെയ്യാം. ഇതിന്റെ വ്യത്യാസം 20ന്റെയും 30ന്റെയും വ്യത്യാസം 10, 11ന്റെയും 21ന്റെയും വ്യത്യാസം 10. അപ്പൊ നമുക്ക് അവിടെ എന്ത് കാണാൻ പറ്റും? കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ കാണും, ഇത് ബൈ ഇത്, 10/10 1 എന്ന് കിട്ടും. അപ്പൊ നമ്മളിവിടെ ക്ലാസ് കണ്ടു 20 മുതൽ 30 വരെ അല്ലെ. ഈ 12ാമത്തെ കുട്ടിയുടെ അല്ലെങ്കിൽ 21ാമത്തെ കുട്ടിയുടെ എന്ന് പറയുന്നത് 20നും 30നും ഇടയ്ക്കായിരിക്കും. അപ്പം 20നും 30നും ഇടയ്ക്കെന്നുള്ളതിന് നമ്മൾ ക്ലാസ് എഴുതുന്നു 20 to 30. അപ്പൊ നമുക്കിവിടെ ഫസ്റ്റ് ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതണമെങ്കിൽ കോമൺ ഡിഫറൻസിന്റെ പകുതി കാണണം. 1 കോമൺ ഡിഫറൻസ്, അതിന്റെ പകുതി എന്ന് പറയുന്നത് 0.5 ആണ്. ഈ 0.5 ആദ്യത്തെ നമ്പറായ 20ന്റെ കൂടെ കൂട്ടും. അപ്പൊ എന്ത് വരും? 20.5. അടുത്ത നമ്മൾ കൂട്ടേണ്ടത് കോമൺ ഡിഫറൻസ് ആയ 1 ആണ്. അപ്പൊ 20.5നോട് കോമൺ ഡിഫറൻസ് 1 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 21.5, 22.5, 23.5, 24.5, 25.5, 26.5, 27.5, 28.5, 29.5. നോക്കിക്കോളൂ, 10 പേര് ഉണ്ടാവും. ഓക്കെ, ഇനി ഓരോരുത്തർക്കും പൊസിഷനും കൂടെ കണ്ടുപിടിക്കണം. നമ്മൾ ഇതുവരെ 11 പേരാണ് വന്നു കഴിഞ്ഞത്. അപ്പൊ ഇപ്പൊ നമ്മൾ എഴുതിയ ആളില് ആദ്യത്തെ ആളുടെ പൊസിഷൻ എത്രയായിരിക്കും? ഈ 11 കഴിഞ്ഞാൽ അടുത്തത് എത്രയാ? 12. ഇത് 13, 14, 15, 16, 17, 18, 19, 20, 21. അപ്പൊ ഒന്നാമത്തെ ആൻസർ എഴുതാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 12ാമത്തെ കുട്ടിയുടെ മാർക്ക് സങ്കല്പ പ്രകാരം എത്രയാണ്? വാട്ട് വിൽ ബി ദ അസ്യൂംഡ് മാർക്ക് ഓഫ് ദ 12th സ്റ്റുഡന്റ്? സോ 12th സ്റ്റുഡന്റിന്റെ എത്രയാണ്? 20.5. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? കമ്പ്യൂട്ട് ദ മീഡിയൻ മാർക്ക്. മീഡിയൻ മാർക്ക് എന്ന് പറയുന്നത് എത്രാമത്തെ പൊസിഷനിലുള്ള കുട്ടിയുടെയാണ്? 21ാമത്തെ പൊസിഷനിലുള്ള കുട്ടിയുടെയാണ്. നമ്മൾ നേരത്തെ കണ്ടുവച്ചു. അപ്പൊ 21ാമത്തെ കുട്ടിയുടെ ഏതാണ്? 29.5. സോ രണ്ടാമത്തെ ആൻസർ 29.5.